ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ ഒരു എൻഗേജ്മെൻറ്റിന് പോയൊരു വീഡിയോസ് ഇട്ടായിരുന്നു പുതൂര്. അപ്പോൾ ഒന്ന് അഖിലയുടെയും കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയിരുന്നു. ബുധനാഴ്ച ആയിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു രാവിലെ ഒരു 8-8:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിലുള്ള യാത്ര ആയതുകൊണ്ട് നല്ല സുഖമുള്ള യാത്രയായിരുന്നു. ചടച്ച് ചമ്മന്തിയായി എന്ന് പറയല്ല, നമുക്കെന്താ ഛർദ്ദിക്കാനൊക്കെ വന്നിട്ട് അങ്ങേ അറ്റത്തെത്തിയായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. ഈ ചുരം കയറിയിട്ട് ഈ രാവിലത്തെ യാത്ര ആകെ ശോകമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി അഗളി EMS ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് അങ്ങോട്ട് അകത്താക്കി, കാരണം ഒന്ന് ഉഷാറാവട്ടെ എന്ന് തണുപ്പിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് കുഴപ്പമില്ലാതെ ഇരുന്നായിരുന്നു കേട്ടോ. പിന്നെ ചെക്കനും പെണ്ണൊക്കെ വന്ന് നമ്മളെ കാര്യങ്ങൾക്ക് കടന്നിട്ടുണ്ട്. അവരപ്പോൾ താലി കെട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞങ്ങളത് കണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നു. കിങ്ങിണിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. അവൾക്ക് എന്ത് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ആക്റ്റീവ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഭക്ഷണം കഴിച്ചപ്പോഴായിരുന്നു ഒന്ന് ശരിയായിട്ടുണ്ടായിരുന്നേ. പിന്നെ താലിയൊക്കെ കെട്ടി മാലയൊക്കെ ഇട്ടു. അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയി കേട്ടോ. അതിനല്ലേ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ തിരക്കാവണതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. കിങ്ങിണി ഒന്നും കഴിക്കാതെ വന്നുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അവൾക്ക്. വന്നേക്കിന്നെ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നല്ല നെയ്ച്ചോറും ചിക്കൻ ചില്ലിയും പിന്നെ അതേപോലെ ബട്ടൂര, അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവിധം ട്രൈ ചെയ്ത് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫൈനലി ഒരു സ്ട്രോബെറി ഐസ്ക്രീം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രോബെറിയും അതേപോലെ ലൈറ്റ് ഒരു മധുരമായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും കിങ്ങിനെ നല്ല തട്ടി അകത്താക്കി. വിഷ്ണുവിന് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വിഷ്ണുവിനും കഴിച്ചില്ല. പിന്നെ കിങ്ങിണിയുടെ കുറച്ച് കലാവിരുദ്ധമായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക്. എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ഇതേപോലെ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിക്കൊണ്ടിരിക്കട്ടോ അവള്. പിന്നെ എന്നെ പഠിപ്പിച്ച ശൈലജ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചറോട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ കേട്ടോ പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.